കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അരക്കോടിയിലേറെ രൂപ വിലമതിക്കുന്ന MDMA പിടികൂടിയ കേസിൽ ഇന്ന് 6ാമത്തെ പ്രതിയും പിടിയിലായി. പെരിന്തൽമണ്ണ സ്വദേശി ശബരീഷിനെയാണ് കസബ പോലീസ് പിടികൂടിയത്. അരക്കോടിയിലേറെ രൂപ വിലമതിക്കുന്ന അതിമാരക രാസലഹരിയാണ് 2025 നവംബർ 24-ന് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഡാൻസാഫും കസബ പോലീസും ചേർന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നും ടൂറിസ്റ്റ് ബസ്സിൽ വാട്ടർ ഹീറ്ററിനുള്ളിൽ അതിവിദഗ്ധമായി സ്റ്റിക്കർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്ത് കടത്തുകയായിരുന്ന ലഹരിയാണ് പിടികൂടിയത്. 241.5 ഗ്രാം MDMA, 43.5 ഗ്രാം തൂക്കം വരുന്ന 90ഓളം എക്സ്റ്റസി ഗുളികകൾ, 99 LSD സ്റ്റാമ്പുകൾ എന്നിവയുമായി കോഴിക്കോട് സ്വദേശികളായ 2 പേരാണ് കസബ പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് സ്വദേശികൾ തന്നെയായ 3ഉം 4ഉം പ്രതികളെ കണ്ടെത്തി. ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്ന നൈജീരിയൻ സ്വദേശി പിടിയിലായത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ്. അന്വേഷണത്തിനിടെ 6ാം പ്രതിയായ ശബരീഷിന്റെ അക്കൗണ്ടിൽ നിന്നും 1,65,000 രൂപ നൈജീരിയൻ സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് മറ്റു പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പെരിന്തൽമണ്ണ പുത്തനത്താണി സ്വദേശി ശബരീഷിനും കൂടി വേണ്ടിയാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് മനസ്സിലായി. ഒളിവിൽ പോയ പ്രതിയെ മലപ്പുറം കൊളത്തൂരിൽ നിന്നാണ് കസബ പോലീസ് പിടികൂടിയത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.